ഹായ് ഫ്രണ്ട്സ്, കല്ലൂസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഏകദേശം ഒരാഴ്ചത്തേക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. കാരണം പല്ലിൽ കമ്പിയിട്ട് പല്ലെടുത്ത് അങ്ങനെ ഊനിനൊക്കെ ഇൻഫെക്ഷൻ ആയിരുന്നു. അത് കാരണം ഒരാഴ്ചയോളം അധികം സംസാരിക്കാനൊന്നും സാധിച്ചില്ല. അപ്പോൾ ഇന്ന് കുഴപ്പമില്ല, നല്ലപോലെ മാറിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിന്ന് നമ്മളിവിടെ മരിച്ചിനി എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ കപ്പ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. മരിച്ചിനി, നമ്മൾ മരിച്ചിനി എന്നാണ് പറയുന്നത്. മരിച്ചിനി ഇളക്കിയതും നല്ല കണ്ണം കുഴിയുള്ള മീൻ വാങ്ങി കഴുകി വെച്ചിട്ടുണ്ട്. അത് കറി വയ്ക്കുകയാണ്. അപ്പം മരിച്ചിനി ഇളക്കിയതും മീൻ കറിയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യല്. ഇന്ന് വാങ്ങിയതായിരുന്നു മരിച്ചിനി, കാലത്തെ വാങ്ങിയതായിരുന്നു. നമുക്കിതിൻ്റെ പുറം തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ മരിച്ചിനെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വെച്ച് അരിഞ്ഞെടുക്കാം. നല്ല കട്ടി കുറച്ച് വേണം അരിയാൻ വേണ്ടി. നമ്മളിതെല്ലാം നൈസിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ കഴുകി പാത്രത്തിലാക്കി അവിക്കാൻ വയ്ക്കാം. നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്, അവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഊറ്റി മാറ്റാവുന്നതാണ്. ഈ സമയം കൊണ്ട് നമുക്കിനി മീൻ കറി തയ്യാറാക്കാം. നമുക്ക് മീനിന് വേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ച് കുഞ്ഞു സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഉലുവ പൊടിയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇതിലോട്ട് ഉലുവ ഇടാത്തത്. ഇപ്പോൾ ഉള്ളി മുരിഞ്ഞ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. നല്ലപോലെ തന്നെ ചൂടായിട്ടുണ്ട്, ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുത്തിട്ട് ആവശ്യത്തിന് തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. മീൻ നമ്മളെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അതിൽ മീനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തക്കാളിയും 3 പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം കുറവായതുകൊണ്ട് ജാറ് കഴുകി കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നു. ഇതിൽ ഉലുവപ്പൊടിയും ഇട്ട് കൊടുത്തു. നമുക്കിത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. മരിച്ചും തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം ഊറ്റി മാറ്റാം. നമ്മൾ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി അതിൽ കൂട്ടുന്നത് പോലെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം, ഉപ്പ്, ശകലം പുളിയും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നല്ല നാടൻ കരിവേപ്പിലയാണ്, വീട്ടിൽ തന്നെ ഉള്ളതായിരുന്നു. അതും കൂടിയിട്ട് ഇത് നല്ലപോലെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം. മീൻ നല്ലപോലെ തന്നെ തിളയ്ക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി ഒന്ന് വറ്റാനുണ്ട്. നമ്മൾ മരിച്ചിനി മീൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. കല്യാണിയാണ് ആദ്യം കഴിക്കുന്നത്.
കല്യാണിക്ക് നല്ല ചൂടായിട്ട് കഴിക്കാനാണ് താല്പര്യം, വലിച്ചിരിയും മീനും ഒക്കെ. എങ്ങനെയുണ്ട് കല്യാണി? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.